കെയർ ഹോം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താ, പാട് മാറ്റിയാൽ മതി, അവരൊന്ന് കുളിപ്പിച്ചാൽ മതി എന്നാണ്. പക്ഷെ ഒരു പേഷ്യൻ്റ് മരിച്ചു പോയിട്ട് അവരുടെ ഫാമിലിക്ക് ഡോക്യുമെന്റ്സ് കാണണം. അപ്പോൾ ചില ഫയൽസ്, അതായത് ചില പേപ്പർ മിസ്സിംഗ് ആണ്, അത് ഡിസ്ലൊക്കേറ്റ് ആവാം, എന്തെങ്കിലും ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ തലയിലിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ റീസെൻ്റ്ലി നമ്മൾ ഒത്തിരി ന്യൂസുകൾ കേൾക്കാറുണ്ട്. കാര്യം ഇപ്പം NHS ഒരു നേഴ്സ് അവിടെ വന്ന പേഷ്യൻറ്റിനെതിരെ കണ്ണുരുട്ടി കാണിച്ചു എന്നും പറഞ്ഞ് 30 ലക്ഷം രൂപ ഫൈന്. അതുപോലെ കെയർ ഹോമിൽ പല ആളുകൾക്കിടെ ജോലി പോകണു. ഓൾറെഡി സ്പോൺസർഷിപ്പ് കിട്ടിയവർക്കിടെ വരെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ആവണം. ഇങ്ങനെ ഒത്തിരി ന്യൂസുകൾ ഇങ്ങനെ കേട്ടിപ്പം എൻ്റെ ഫ്രണ്ട് റൂബിൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് കെയർ ഹോം ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഒത്തിരി കൂട്ടുകാരന്മാർ കെയർ ഹോം സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും കെയർ ഹോമിലെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. കാര്യം ഈ UK വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എളുപ്പം ഷിഫ്റ്റ് കിട്ടാനും, പിന്നെ അതുപോലെ നമുക്ക് ജോലി ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ ഷാഡോ ഷിഫ്റ്റ് അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങൾ, ഈ അബദ്ധങ്ങൾ പറ്റാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കെയർ ഹോമിലേക്കും കയറുമ്പോൾ നമുക്ക് 3 ദിവസം 4 ദിവസം ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യണം, ആ ലാപ്ടോപ്പ് അങ്ങ് ഓണാക്കി വയ്ക്കും, അടുക്കളയിൽ പോയിട്ട് മീൻ പൊരിക്കുകയോ അല്ലെങ്കിൽ തുണി അലക്കുകയോ. ഇത് ഞാൻ തമാശയായിട്ട് പറയണല്ല കേട്ടോ, നമ്മൾ ശരിക്കും നമുക്കറിയാം. കാര്യം ചില ആളുകളോട് നമ്മൾ, ഈവൻ ഞാൻ കെയർ ഹോമിലല്ലെങ്കിലും ഞാനിങ്ങനെ പല ആളുകളായിട്ട് വീഡിയോ ചെയ്ത് പല കാര്യങ്ങളും കെയർ ഹോമിൽ വർക്ക് ചെയ്യണവരോടേക്കും ചോദിക്കുമ്പം ചിലവരിങ്ങനെ കിടന്ന് എന്നെ ഒരു പ്രോപ്പർ ആൻസർ പറയാൻ പറ്റണില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരും കെയർ ഹോമിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ ബ്രോ കഴിഞ്ഞ 3 വർഷത്തെ ബ്രോയുടെ എത്ര വർഷമായി ഇപ്പം? 4 വർഷമായി. 4 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നുണ്ട്. സമയമുള്ളവരൊന്ന് കേട്ട് നോക്ക്. പിന്നെ ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറയാം. എൻ്റെ പേര് റൂബൻ. ഞാൻ വന്ന ടൈം പോലെ ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ NHS ഏകദേശം എത്ര ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? അതൊന്നും കണക്കില്ല. അല്ലേ? ഇല്ല, നമ്മളെ ഏജൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോമുകളിൽ പോയി. അപ്പോൾ എന്താ വെച്ചാൽ പല ഹോമുകളിലും പല രീതിയിലുള്ള എക്സ്പീരിയൻസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവരും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്താ ജോബ് കിട്ടാനും കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അതെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞു വെച്ചാൽ 6 മാസം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഷാഡോ എങ്കിലും എടുക്കാൻ നമ്മൾ ഹോമിൽ പോയി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയാണ്. എല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസിയാണ്, പോയി ചെന്ന് ഇത് നമുക്ക് പാട് മാറ്റിയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോരെ നമ്മൾ ശരിക്കും. കെയർ ഹോം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താ, പാട് മാറ്റിയാൽ മതി, അവരൊന്ന് കുളിപ്പിച്ചാൽ മതി എന്നാണ്. പക്ഷെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പണിയാണ് ഞാൻ പറയുള്ളൂ. ഇത് ഭയങ്കര റിസ്ക് ആണ്. സംഭവിച്ചാൽ നമ്മൾ ഓരോ പിടിക്കുന്നവരെ നമുക്ക് ഇവിടെ ഒരു ബ്രൂസ് വന്നാൽ അത് നമുക്ക് ഭയങ്കര ബാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്തില്ലെങ്കിൽ അത് ബാധിക്കും. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഒരാളെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ ഇരുത്തിയിട്ട് 1 to 1 ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരെ വിട്ടിട്ട് നമ്മൾ വേറൊരു പരിപാടിക്ക് പോകരുത്. അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പുറത്തെ റൂമിൽ ബസ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് പോയി നമ്മൾ ഓഫ് ചെയ്യാൻ പോകരുത്. നമ്മൾ അപ്പുറത്തെ റൂമിൽ ബസ് അടിച്ചാൽ അവിടെ നിന്ന് ആൾ വന്ന് ഓഫ് ചെയ്യുക, നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പുറത്ത് വേറൊരു പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. വേറൊരു പരിപാടിക്ക് പോകാൻ പാടില്ല. സോ ആ സമയത്ത് ഈ പോകുന്ന സമയത്ത് എന്തെങ്കിലും വീണാൽ അത് നമ്മുടെ തലയിലേക്ക്. ഇപ്പോൾ റോബിൻ ബ്രോ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ഒരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ ഒന്ന് വീഴാൻ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ പിടിക്കരുതെന്ന് പറഞ്ഞില്ലേ, അതെന്താണ് സംഭവം? നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളിപ്പോൾ മുമ്പിൽ കുറച്ച്, ഇപ്പോൾ ഞാൻ പറയാം, തൊട്ട് മുമ്പിൽ നമ്മൾ കുറച്ച് മുമ്പിലായിട്ട് നമ്മൾ പേഷ്യൻ്റ് വീഴാൻ നമ്മൾ ഓടിപ്പോയി ചാടി പിടിക്കാൻ നോക്കി. അത് ആക്ച്വലി പറഞ്ഞാൽ സേഫ് ഗാർഡിങ് ആണ്. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവരുടെ കൈ പിടിച്ചു, അപ്പോൾ ഇവിടെ ബ്രൂസസ് വരാം, അത് ഡിസ്ലൊക്കേറ്റ് ആവാം, എന്തെങ്കിലും ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ തലയിലിരിക്കും. ബേസിക്കലി നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ നമ്മൾ മാക്സിമം വെച്ചാൽ വീഴുവാണെങ്കിൽ അത് വീണാലും ഒരു കുഴപ്പമില്ല. വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി ലാസ്റ്റ് ഇത് അവതാളത്തിലാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറ്റുന്ന ഹെൽപ്പ് ചെയ്യാം, വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുള്ള തൊട്ടടുത്താണ്. ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്ന സമയത്തൊക്കെ ഒന്ന് താങ്ങി കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരുപാട് പിടിക്കാനോ കാര്യങ്ങളൊന്നും പോകരുത്. ഒരാൾ വീണ് കിടക്കുന്ന കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് ബസ് അടിച്ച് നമ്മൾ ആൾക്കാരെ വിളിച്ചു വരുത്താൻ നോക്കുക. നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോകരുത്. മാക്സിമം നമ്മൾ കൂടെ നിന്ന് ആൾക്കാർ, സീനിയർ കെയർ ആണെങ്കിലും അല്ലെങ്കിൽ നേഴ്സാണ് ആരാണോ ഉള്ളത്, അവർ വന്ന് കണ്ട് അവരെ റിപ്പോർട്ട് ഓക്കെ ആക്കിയിട്ട് പോകും. ആരെങ്കിലും ഒരാൾ വേണം കൂടെ. നമ്മൾ ഒരിക്കലും
നിലത്ത് കിടക്കുന്ന പേഷ്യൻറ്റിനെ ഒഴിവാക്കിയിട്ട് പോകരുത്. പോകരുത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പേഷ്യൻസ് വെള്ളം കുടിക്കണതിന് വരെ ഒരു കണക്കുണ്ടെന്ന് പറയാറുണ്ട്. അതെന്താണ് സംഭവം? അത് കണക്കല്ല. ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു കണക്കുണ്ട്. അത് ഓക്കെ. പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ ഒരു പേഷ്യൻ്റ് ആക്ച്വലി കെയർ പ്ലാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വായിക്കണം. നമ്മൾ ചുമ്മാ പോയിട്ട് നമ്മളൊരു പേഷ്യൻറ്റ് പോയിട്ട് നമ്മൾ എന്നാൽ പേഷ്യൻറ്റ് കുറച്ച് വെള്ളം കൊടുക്കാൻ പോകും. എന്നാൽ വെള്ളം കൊടുത്താൽ വിചാരിച്ച് നമ്മൾ ചിലത് ബീക്കറിൽ കൊടുക്കേണ്ടതാവും, കുറച്ചായും കൊടുക്കേണ്ടത്. കാരണം അവർക്ക് ചോക്കിങ് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഇവർക്ക് ചില തിക്നർ കൊടുക്കണം. കാരണം അവർക്കത് കുറച്ച് ലിക്വിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് സോളിഡ് രീതിയിലൊക്കെ. സോ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പേഷ്യൻ്റ് ആ പെട്ടെന്ന് ചോക്ക് ചെയ്ത് പേഷ്യൻ്റ് ഡെത്ത് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുത്ത ആരാ നോക്കിയിട്ട് അത് അവരുടെ പേരിൽ കേസ് വരും. സോ അതൊക്കെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇഷ്യൂസിലേക്ക് വരും. ഈ പറഞ്ഞ പോലെ കേസും ഫൈനും അങ്ങനെ 100 കൂട്ടം നൂലാമാലകൾ വരുന്ന കേസുകളാണ്. ഒരാൾ വന്നിട്ട് കെയർഹോമിൽ വന്ന് നിങ്ങൾ വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ പുള്ളി തിക്നറാണോ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷുഗർ ആണോ, അല്ലെങ്കിൽ എന്താണ്, ഏത് ഫുഡാണ് ഓക്കെയാണോ, അത് പ്യൂറേഡ് ഫുഡാണോ, അല്ലെങ്കിൽ എന്ത് ഫുഡാണ്, എല്ലാം ചോദിച്ചിട്ട് ചെയ്യുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഏജൻസിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, പല ഏജൻസിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചോദിച്ചിട്ട് ചെയ്യുക. ചോദിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ബാധകം നിങ്ങൾ മാത്രമായിരിക്കും. കെയർഹോമുകാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ NHS ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പം ഈ ഡോക്യുമെൻറ്റേഷനിൽ ഭയങ്കര പ്രശ്നം വന്നു. കാര്യം നമ്മുടെ ആളുകൾ ഇപ്പം ഈവൻ ഞാൻ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിക്ട് നേഴ്സസ്മാർ ഞങ്ങൾക്ക് കുറച്ച് ഫയൽ കൊണ്ടുതരും. ഇന്ന പേഷ്യൻറ്റിൻ്റെയാണ്, അത് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇന്ന പേഷ്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി, അതായത് EMS കയറി അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളോട് നേരത്തേക്കും പറയും അതിലൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് സ്കാൻ ചെയ്യണ്ട, അങ്ങനെ തന്നെ കീറിക്കളഞ്ഞേക്കാൻ പറയും. പക്ഷേ ഇപ്പം ഒരു പേഷ്യൻ്റ് മരിച്ചു പോയിട്ട് അവരുടെ ഫാമിലിക്ക് ഡോക്യുമെൻറ്റ്സ് കാണണം. അപ്പോൾ അവർക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കാണണം. അപ്പോൾ ചില ഫയൽസ്, അതായത് ചില പേപ്പർ മിസ്സിങ് ആണ്. അപ്പം അത് ഇപ്പം നേരത്തെ ഒരു കേസാണത്. അതിപ്പോഴാണ് കുത്തിപ്പൊക്കി വന്നേക്കണത്. കാര്യം അതിൽ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഒരു ടിക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്കാൻ ചെയ്ത് ഇടണമെന്നാണ് പറയണത്. അത് ഫ്യൂച്ചറിൽ എന്നാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ആണല്ലേ. ഇത് നമുക്കെല്ലാം എന്താ വെച്ചാൽ നമ്മൾ ബേസിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ എഴുതി വെക്കണം. അതിൽ സംഭവം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റായിട്ട് നമ്മൾ 1 to 1 നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ബ്രൂസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അവർ കേസ് കൊടുക്കണമെന്നില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കേസ് കൊടുക്കണമെന്നില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കേസ് കൊടുക്കാം. ആ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ പുറകെ നടക്കേണ്ടി വരും. സോ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെന്നോ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിൽ ഫൈൻ ഇടാം. ഫൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ എമൗണ്ടൊന്നും അല്ല, ഭയങ്കര വലിയ എമൗണ്ട് ആയിരിക്കും. അത് വരുന്ന സമയത്ത് മാക്സിമം കെയർഹോമുകാരാണെങ്കിൽ അവരുടെ തടി വിടാൻ നോക്കുള്ളൂ. അവർ ഇവരുടെ ആണെങ്കിൽ മാക്സിമം അവർ ഒഴിവാക്കി വിടാൻ നോക്കും. പക്ഷേ ചില കേസുകളൊക്കെ നമ്മുടെ കെയറേഴ്സിൻ്റെ ഇതിൽ വരും പ്രശ്നങ്ങൾ. അപ്പോൾ മാക്സിമം അവർക്കൊക്കെ നിങ്ങൾക്ക് കേസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നല്ല കഴിഞ്ഞ് നമുക്കിതിൽ പറഞ്ഞു. ഇപ്പോൾ NHSലാണെങ്കിൽ ഇതൊക്കെ തന്നെ ആവശ്യം. NHSലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ മാക്സിമം എല്ലാ പേഷ്യൻറ്റിനോടും നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിമെൻഷ്യ ഉള്ള ആൾക്കാരാണെങ്കിലും മെൻ്റൽ ഹെൽത്തുള്ള ആൾക്കാർ, ഇവരൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ നോട്ട് ചെയ്യും. സീനിയർ കേസും കാര്യങ്ങളൊക്കെ. പക്ഷേ അവർ അക്യൂസേഷൻസ് അവർ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലിരിക്കും. കാരണം നിങ്ങൾ ശരിക്കും കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ അക്യൂസേഷൻസ് മുഴുവൻ നിങ്ങളുടെ പേരിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ കൂടെ ഒരാളെ കൂട്ടിക്കൊണ്ട് പോവുക തെളിവിന് വേണ്ടി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ലായിരിക്കും. ഇപ്പോൾ ഒരാൾ അറിയാം നിങ്ങൾക്ക് അക്യൂസേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻ്റാണ്, അപ്പോൾ മാക്സിമം നിങ്ങൾ അവർ അവർ പറയും ഇവരെന്നെ തല്ലി, അല്ലെങ്കിൽ ഇവരെന്നെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ്, ഇപ്പോൾ NHSലാണ് ഞാൻ പറയാം, ഫസ്റ്റ് അവർക്ക് റിപ്പോർട്ട് എടുക്കണം. ഇപ്പോൾ ബ്രോ പോയിട്ട് ഒരു പേഷ്യൻ്റെ അടുത്ത് പോയ സമയത്ത് പേഷ്യൻ്റ് പറയാണ് എന്നെ ഇതുപോലെ ഇയാൾ തല്ലി എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരുന്ന സീനിയർക്കാരൻ്റെ അടുത്ത് പറയുക, റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചു. നേഴ്സിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഫസ്റ്റ് ഡിസ്മിസ് സസ്പെൻഡ് ചെയ്തിട്ട് അവരത് നിങ്ങൾ റിവ്യൂ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തരണം. അത് അവർക്കും അറിയാം ചിലപ്പോൾ പറയുന്ന കള്ളമാണ്, പക്ഷേ അവർക്ക് നിങ്ങൾ ഡിസ്മിസ് ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് കൂടെ ഒരാളും കൂടി ഉണ്ട്, അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വിഷയമില്ല.
വേറെ അടുത്ത് പോയി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്കൊരു നല്ലൊരു സർട്ടിഫിക്കേഷൻ ഇത് കിട്ടില്ല. ഗുഡ് മാർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് വേണമെങ്കിൽ ഇത് ക്രിമിനൽ റെക്കോർഡിലേക്ക് ഫസ്റ്റ് ഇത് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ റെക്കോർഡിലേക്ക് പോകാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഇതിൽ ഈ ഏരിയയിലേ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആട്ടോ. ഇപ്പോൾ നിങ്ങൾ NHSലാണ്, നിങ്ങൾ കെയർ ഹോമിലാണ്, നിങ്ങൾ ഞാൻ പണി എടുക്കണ്ടെന്നല്ല, നമ്മൾ ഒത്തിരി പണി എടുത്തില്ലെങ്കിലും ചെയ്യണ പണി വൃത്തിക്ക് എടുക്കണം കേട്ടോ. കാര്യം നാളെ നമുക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളോട് നമ്മുടെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫയൽ അങ്ങനെ ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇതൊരു ഷോർട്ട് കട്ടാണ്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരാരും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ പണി എടുക്കണ്ടെന്ന് ആരോടും പറയണില്ല. ചെയ്യണ പണി വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തന്നെ പണിയായിട്ട് വരും കേട്ടോ. ഇത് എൻ്റെ ഇത്രയും നാളും ഈ 2.5 വർഷം NHSൽ പണിയെടുത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടെയും ഇവിടെയും നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയണത്. കാര്യം അവൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, അങ്ങനെ ഒരു ടോക്ക് ഇവിടെ ഇല്ല. ഇവിടെ അതെ. എന്തുണ്ടെങ്കിലും ഡോക്യുമെന്റേഷനാണ് സംസാരിക്കണം. അതെ. ഇഫ് ദർ ഈസ് എ ഡോക്യുമെന്റ് ഇറ്റ്സ് വാല്യൂഡ്, അല്ലെങ്കിൽ ഉം. ഇല്ല. അങ്ങനെ ഒരു അതെ. സംഭവം അവിടെ നടന്നിട്ടില്ല. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ഡോക്യുമെന്റേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. എഴുതുന്ന കുറച്ച് വൃത്തിയായിട്ട് എഴുതുക. അല്ലെങ്കിൽ വായിക്കുന്നവന് മനസ്സിലാവില്ല. അതിൽ ലാസ്റ്റ് നിങ്ങൾ എന്താ എഴുതി വെച്ചത്. നിങ്ങൾ കൊടുക്കുന്ന ഇനിഷ്യൽ കറക്റ്റായിട്ട് കൊടുക്കുക. ആരാണോ നിങ്ങൾ ചെയ്തേക്കുന്ന ഇനിഷ്യൽ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആരാണ് ചെയ്തത് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആവുക. മാക്സിമം സേഫ് ആവാൻ നോക്കുക. കാരണം ഇത് കാണുമ്പോൾ രസമാണ്. നമുക്ക് വലിയ നാട്ടിനനുസരിച്ച് നോക്കി ഇത്രയും പണിയൊന്നുമില്ല. പക്ഷേ ആ ഒരു ചെറിയ ചെറിയ പോയിന്റിൽ നമ്മുടെ പണി വരെ പോകുന്ന കേസ്. നമ്മൾ UK പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ആൾക്കാരങ്ങനെ പോയിട്ട് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരോടും നന്നായിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മൾ പേഷ്യൻസ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. കാരണം ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി കിട്ടും. ഇപ്പോൾ പണി കിട്ടുന്നതിൻ്റെ എണ്ണം കൂടിയോണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇരുന്ന് ഞങ്ങൾ ചുമ്മാ കാഷ്വൽ ടോക്കിൽ സംസാരിച്ചപ്പോഴാണ് അന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, മറ്റുള്ളവർക്കും ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. അങ്ങനെ നിങ്ങൾക്കും വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.